നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ സർക്കാർ ജോലി ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള നക്ഷത്രക്കാരെ പറ്റിയാണ് പറയാൻ പോകുന്നത്. പലരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സർക്കാർ ജോലി. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും പലർക്കും സർക്കാർ ജോലി ലഭിക്കാതെ വരുന്നു. ഇന്നത്തെ കാലത്ത് മാത്രമല്ല, പണ്ടു മുതൽ തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലിക്കുള്ള സാധ്യത വളരെയേറെയാണ്. എത്രയൊക്കെ നിസ്സാരമാക്കി വിട്ടാലും ഇവർക്ക് സർക്കാർ ജോലിക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. 27 നക്ഷത്രക്കാരിൽ സർക്കാർ ജോലി ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നക്ഷത്രക്കാരെ പറ്റി മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത് വിചാരിച്ച് മറ്റുള്ള നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലി ലഭിക്കില്ല എന്നല്ല. ദൃഢനിശ്ചയവും പരിശ്രമവും ഭാഗ്യവും ഉണ്ടെങ്കിൽ ഏത് നക്ഷത്രക്കാർക്കും കരസ്ഥമാക്കാൻ പറ്റുന്നത് തന്നെയാണ് സർക്കാർ ജോലി. നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വേദജ്യോതിഷ പ്രകാരം ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് അവരുടെ പരിശ്രമങ്ങൾ വിജയം കാണുന്നത് സർക്കാർ ജോലി വഴി തന്നെയാണ്. ഇവരുടെ ജീവിതം ഇതുവഴി ആകെ മൊത്തം മാറിമറിയുന്നു. ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുകൂല നേട്ടങ്ങളും ഇവർക്കുണ്ടാവുന്നു. സർക്കാർ ജോലി ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒന്നാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർ വളരെയധികം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നവരാണ്. നൂതനമായ പല ആശയങ്ങളും നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു. ധർമ്മത്തിലും കർമ്മത്തിലും വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവൃത്തിയും അപ്രകാരം തന്നെ ആയിരിക്കും. ഏത് കാര്യവും ജോലിയും കൃത്യസമയത്ത് തീർക്കുന്നതിനും അതുവഴി ജീവിതത്തിൽ വിജയത്തിൽ എത്തുന്നതിനും മകം നക്ഷത്രക്കാർക്ക് സാധിക്കും. സമർത്ഥരായതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കുന്നതിന് മകം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. സർക്കാർ ജോലി ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. ഇവരും സർക്കാർ ജോലി സ്വപ്നം കാണുന്നവരാണെങ്കിൽ അതിനുള്ള യോഗം ഇവർക്ക് കാണുന്നു. സർവ്വകാര്യങ്ങളിലും ഇവർ മുന്നിൽ തന്നെ ആയിരിക്കും. നൂതനമായ പല ആശയങ്ങളും ജോലിയിൽ നടപ്പിലാക്കുന്നതിനും അതിൽ വിജയം കരസ്ഥമാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു. മറ്റുള്ളവർക്ക് കീഴിൽ ജോലി ചെയ്യുന്നതിന് ഇവർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല. സർക്കാർ ജോലിയിൽ തന്നെ ഇവർക്ക് ഉയർന്ന ഉദ്യോഗം വഹിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. സർക്കാർ ജോലി ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർ വളരെ ഭാഗ്യമുള്ളവരാണ്. ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇവർക്ക് സർക്കാർ ഉദ്യോഗത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇക്കൂട്ടർക്ക് ചെറിയ പരിശ്രമം പോലും പലപ്പോഴും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുന്നതിനും ജോലിയിൽ അനായാസത സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. എല്ലാ ജോലികളും ഏറ്റെടുത്ത് കൃത്യമായി ചെയ്യുന്നതിന് ഇവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രമോഷനും ശമ്പള വർധനവും പോലുള്ള കാര്യങ്ങൾ ഇവർക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കുന്നതിന് സാധിക്കുന്നു. സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് അവരുടെ ഭരണം ചൊവ്വയായിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ജോലിയിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാവുന്നു. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ഇവർക്ക് മികച്ചതും ഉറച്ചതുമായിരിക്കും. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ജോലികളിലായിരിക്കും ഇവർ തിളങ്ങുന്നത്. ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു ചിന്തിക്കേണ്ടി വരുന്നില്ല. നല്ല ഉദ്യോഗസ്ഥനായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയായി തന്നെ ഇവർക്ക് ജോലിയിൽ നിന്ന് വിരമിക്കാം. സർക്കാർ ജോലിയിൽ നിങ്ങൾ കരുതുന്നതിനേക്കാൾ ഉയരത്തിലെത്താൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ജ്യോതിഷ സംബന്ധമായ ആർട്ടിക്കിളിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ലഭിച്ച പൊതുവായ അനുമാനങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും അത് കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ.